ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആദൂസ് വേൾഡ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരുപാട് ചിലവുകളൊന്നും ഇല്ലാത്ത ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. എങ്ങനെ പെർഫെക്റ്റായിട്ട് സ്പോഞ്ച് തയ്യാറാക്കാമെന്നും ഐസിങ് ചെയ്യാമെന്നുമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് കൂടി ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ കാണും, അതുകൂടെ എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ ഇതേപോലത്തേക്ക് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കേക്കിനുള്ള സ്പോഞ്ച് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചിട്ടെടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ മൈദ എടുത്ത് മാറ്റിയ ശേഷം 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. സ്പൂണിനകത്ത് കുത്തി നിറച്ചെടുക്കലും ഒരു സ്പൂൺ കൊണ്ട് ഇതേപോലെ വടിച്ചിട്ടെടുക്കാം. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിലുള്ള കൊക്കോ പൗഡറിന് അത്ര കളറില്ല, നിങ്ങൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഡാർക്ക് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 നുള്ള് ഉപ്പുപൊടി ചേർത്ത് നന്നായിട്ടൊന്ന് അരിച്ചിട്ടെടുക്കാം. ഞാനിതിപ്പോൾ 1 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം മാറ്റി വെക്കാം. ഇനി നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ എടുക്കുക. അതിലോട്ട് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇനി 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. ഒരു 6-7 മിനിറ്റ് മതിയാകും ഇത് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. ആദ്യത്തെ 2 മിനിറ്റ് ലോ സ്പീഡിലും പിന്നെ ഹൈ സ്പീഡിലും ഇട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓയിൽ ചേർത്ത് കഴിഞ്ഞ് ഒരുപാടങ്ങ് ബീറ്റ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറേശ്ശെ ഫ്ലോർ ചേർത്ത് പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. കുറേശ്ശെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലതുപോലെ മിക്സാക്കി എടുക്കാം. ഇപ്പോൾ ഫ്ലോർ മുഴുവനായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചൂട് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് 6 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. ഇത് ഗ്രീസ് ചെയ്ത ശേഷം ഇതിൽ ബട്ടർ പേപ്പറും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുള്ള പാനാണ്. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 25 to 30 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. ഈ ലിഡിലുള്ള ഹോൾ ഞാൻ അടച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കേക്ക് ഇപ്പോൾ ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ചൂടാറിയ ശേഷം ലെയർ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കേക്ക് ഞാൻ ലെയർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഐസിങ് ചെയ്യാൻ തുടങ്ങാം. കേക്ക് തെന്നിപ്പോകാതിരിക്കാനായിട്ട് കേക്ക് ബോർഡിനകത്ത് കുറച്ച് ക്രീം തേച്ച് കൊടുക്കാം. എന്നിട്ട് ആദ്യത്തെ ലെയർ വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഷുഗർ സിറപ്പ് ആക്കിയിട്ട് വെറ്റാക്കി എടുക്കാം. ഇനി ക്രീം വെച്ച ശേഷം എല്ലായിടവും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ എല്ലായിടവും ഒന്ന് സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് രണ്ടാമത്തെ ലെയർ വെച്ച ശേഷം ഷുഗർ സിറപ്പ് ആക്കിയിട്ട് ക്രീം സ്പ്രെഡ് ചെയ്ത് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. അതിന് മുകളിലായിട്ട് മൂന്നാമത്തെ ലെയർ വെച്ച് കൊടുക്കാം. ഷുഗർ സിറപ്പ് ആക്കിയ ശേഷം ക്രീം തേച്ച് കൊടുക്കാം. മുകളിലും സൈഡിലും എല്ലാം ക്രീം സ്പ്രെഡ് ചെയ്ത ശേഷം ഒന്ന് ലെവലാക്കി എടുക്കാം. ഏകദേശം ഒന്ന് ലെവൽ ചെയ്ത ശേഷം ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഡെക്കറേഷനൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാവുന്നതാണ്. ഇനി ഇതിന് മുകളിലായിട്ട് സ്റ്റാർ നോസിൽ വെച്ചിട്ട് കുറച്ച് ഫ്ലവേഴ്സ് വരച്ചു കൊടുക്കാം. ഡെക്കറേഷൻ എല്ലാം ചെയ്ത് കഴിഞ്ഞ് ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച ശേഷം മാത്രം കട്ട് ചെയ്താൽ മതി.
അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും ചിരിച്ച് ഹാപ്പി ആയിട്ടിരുന്നോളൂ. ബൈ ഫ്രം ആദൂസ് വേൾഡ്.